ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. കൂറ്റനാട് കോമംഗലത്ത് നമ്മുടെ നെൽവയലിൽ കൊയ്ത്ത് ആരംഭിച്ചിട്ടുണ്ട്. സുഹൃത്ത് ജയപ്രകാശും ഫാമിലിയും കൃഷി ചെയ്യണ നെൽവയലിലാണ് ഇപ്പോൾ കൊയ്ത്ത് നടക്കുന്നത്. 2 വലിയ കൊയ്ത്ത് മെഷീനൊക്കെ വന്നിട്ടുണ്ട്, അനുബന്ധ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മളൊന്ന് പോകണം. ഓക്കെ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പ്രകാശ് ഭായ്, ഹൗ ആർ യു? ഹായ്, നമസ്കാരം. നമസ്കാരമുണ്ട്. 2 വണ്ടിയൊക്കെ വീണ്ടല്ലോ. ഒന്ന് ടയർ വണ്ടി, ഒന്ന് ബെൽറ്റ് വണ്ടി എന്ന് പറയും. കർത്താറ് ചളി നന്നായി ഡ്രൈ ആയിട്ടാണെങ്കിൽ ടയർ വണ്ടി കൊണ്ട് കൊയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ലോഡ് ആവും തോറും അതിന് ടയർ മണ്ണിൽ പൊതയും. അപ്പൊ അതുകൊണ്ട് ചളി ഉണ്ടെങ്കിലും ഡ്രൈ ആവാത്ത മണ്ണ് കൊയ്യാനാണ് നമ്മൾ ബെൽറ്റ് വണ്ടി. പച്ച വണ്ടി. അതെ അതെ. പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ടയർ വണ്ടി ആണെങ്കിൽ വാടകയിൽ കുറവാണ്. 400 രൂപയോളം അത് വ്യത്യാസമുണ്ട്, കുറയുന്നത്. മാത്രമല്ല അതിന്റെ ബ്ലേഡ് ലെങ്ത് കൂടുതലാണ്, വിട്ട് കൂടുതലാണ്. അപ്പോ ഇത് ഒരു 2 തവണ കൊയ്യുന്ന അത്രയും ഏരിയ ഏകദേശം അത് ഒറ്റ ലൈനിൽ കൊയ്തുകൊണ്ട് തീരും. അല്ലേ, അത് ലാഭമാണ്. പക്ഷെ മണ്ണ് ഡ്രൈ ആയി കിട്ടണം, അതാണ് വ്യത്യാസം. പിന്നെ മാത്രമല്ല, ഈ കർത്താർ ബെൽറ്റ് വണ്ടി കൊണ്ട് കൊയ്യുമ്പോൾ പതിയിലും കൂടുതൽ വൈക്കോലും നുറുങ്ങും, ചെറുതായി മുറിഞ്ഞു പോകും. ടയർ വണ്ടി ആണെങ്കിൽ അത്രയും വലുപ്പത്തിൽ മുറിയും, 2ആയിട്ടേ മുറിയുള്ളൂ വൈക്കോല്. അപ്പൊ വൈക്കോലിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ കച്ചവടം ചെയ്യാൻ കൂടുതൽ ലാഭം അതാണല്ലേ. ഓക്കെ, ചുവന്ന വണ്ടി. ഇത് എവിടത്തെ വണ്ടി? ഒന്ന് ചുവപ്പ്, ഒരു പച്ച. രണ്ടും സേലത്തുനിന്നും ട്രിച്ചിയിൽ നിന്നും വണ്ടി, തമിഴ്നാട്ടുകാരുടെ വണ്ടികളാണ്. പിന്നെ ചാലിശ്ശേരി കുട്ടൻ എന്ന് പറഞ്ഞൊരു കരാറുകാരുണ്ട്. അയാൾ 50ഓളം വണ്ടികൾ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഏരിയകളിലെല്ലാം സബ് ഏജൻസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഒരു ട്രാക്ടർ ആണല്ലോ അവിടെ. അത് ട്രെയിലർ. പിന്നെ നമ്മൾ കൊയ്ത് നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലം പാടത്തിന്റെ കുറച്ച് അപ്പുറത്താണെങ്കിൽ, കണ്ടെത്തുന്ന കുറച്ച് ദൂരെയാണെങ്കിൽ അവിടേക്ക് കൊണ്ടുവിടാൻ വേണ്ടി വിളിച്ചിടുന്നതാ. അപ്പൊ 2 ടാങ്ക്, ഈ കൊയ്ത്ത് വണ്ടിയിൽ 2 ടാങ്ക് നിറഞ്ഞാൽ അത് അതിലേക്ക് ആയിട്ട് കൊണ്ടുപോകും. ട്രാക്ടർ നമ്മുടെ വേറെ വാടക കൊടുക്കണം അല്ലേ? അത് വേറെ വാടക കൊടുക്കണം. അതാരാ കൊയ്യണ? ട്രാക്ടർക്കാരുടെ? ട്രാക്ടർ കൊയ്ത്ത് വണ്ടിയുടെ കൂടെ വന്നിട്ടുള്ള ഇവർ താമസം അവിടെ കിടക്കാൻ ലോറിയിൽ തന്നെയാണോ? ലോറിയിൽ തന്നെ താമസിക്കുന്നത്. ഭക്ഷണം പുറത്തു പോയി കഴിക്കും, ലോറിയിൽ തന്നെ താമസിക്കും. ശരി. അത് ഒരു ലോറി ഉള്ളു, മറ്റു ലോറി അവിടെ? അത് ടയർ വണ്ടി തനിയെ ഓടി ശരിയാണ്, റോഡ് കൂടെ ഓടി. അപ്പൊ എല്ലാരും കൂടെ ലോറി കിടക്കുന്നുണ്ടാവൂല്ലേ രാത്രി? 2 പേരുണ്ടാവും. 2 പേരേ ഉള്ളൂ. പണ്ടൊക്കെ 4-5 പേരൊക്കെ ഉണ്ടായിരുന്നു. 2 ആളേ ഉള്ളൂ. അവർ തന്നെ ലോറി ഓടിച്ചു വരുന്നതും കൊയ്ത്ത് വണ്ടി ഓടിക്കുന്നതും ഹാർവസ്റ്റ് ഓടിക്കുന്നതും എല്ലാവരും തന്നെ. ഒരാള് ചായയും ഭക്ഷണം കൊണ്ടുവരാനും ഡീസൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് ബൈക്കുമായിട്ട് ഫുൾ ടൈം കറക്കായിരിക്കും. ഒരാള് രാവിലെ മുതൽ ഇപ്പൊ ഇദ്ദേഹം തന്നെയാണ്. 2 പേരും മാറിയിട്ടില്ല, ഡ്രൈവർമാര്, ഓപ്പറേറ്റേഴ്സ് മാറിയിട്ടില്ല. ഒരാളുകൾ തന്നെ ചെയ്യണം. അപ്പൊ ഒരു ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോലും ഊണ് പോലും കഴിക്കാതെ സ്നാക്സ് കഴിച്ചുകൊണ്ടാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര കൂടുതൽ സമയം ഒരു ദിവസം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് സമയത്തിനാണല്ലോ പൈസ. അതുകൊണ്ട് ഓക്കെ. കൃഷ്ണേട്ടാ, നമസ്കാരം. പിന്നെ വണ്ടിക്ക് എത്ര രൂപ വാടക മണിക്കൂർ? 2200. ഒരു മണിക്കൂറിന് 2200 രൂപ അല്ലേ? കൊയ്ത്ത് മതി യന്ത്രം. അപ്പോൾ അവിടെ ചോന്ന വണ്ടി പോകണ്ടല്ലോ, അതും തന്നെ? ഓ ആട്ടെ, 1600 അല്ലേ? ടയർ വണ്ടി 1600. ഇത് 2200. ഇത് ചെടിയിൽ ഓടുന്നു തോന്നുന്നുണ്ട് അല്ലേ? മറ്റേ ചെടിയിൽ ഓടില്ല. ശരി. ഇതിപ്പോൾ എന്നപ്പോൾ നമ്മുടെ കൊയ്ത്ത് തുടങ്ങിയത്? ഇന്നലെ 2:20 തുടങ്ങി. ഇന്നിപ്പോൾ 4:30 അവസാനിച്ചു അല്ലേ? കൊയ്യാണ്ട്, അപ്പുറത്ത് കൊയ്യാണ്ടല്ലോ അല്ലേ? അലിഭായ്, കൈസേ നാട്ടിൽ പോയിരുന്നാ? എന്നാ വന്നത്? ഫ്ലൈറ്റിലാണ് വന്നത്? ഓ ശരി.
അപ്പോൾ ജെ.പി ഈ കൃഷിപ്പണിയൊക്കെ ഏത് സമയത്താണ് തുടങ്ങിയത് നമ്മൾ? കൃഷിപ്പണി ഈ വിളവ് നമ്മൾ ഏകദേശം കർക്കിടക, മലയാളത്തിൽ പറയുന്നതാണ്, കർക്കിടക മാസം 30-ാം തീയതിയാണ് ഞാറ് നനച്ചത്, വിത്ത് നനച്ചത്. കർക്കിടക 30-ന് വിത്ത് നനച്ചു. വിത്ത് നനച്ചിട്ട് ഏകദേശം ഒരു ജൂലൈ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ജൂലൈ ലാസ്റ്റോ? അതെ, ജൂലൈ ലാസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ സെപ്റ്റംബർ 5-ാം തീയതി 4-5 തീയതികളാണ് നമ്മൾ പറിച്ചു നട്ടത്. ഞാറ് പറിച്ചു നട്ടു. അപ്പൊ ആ സമയത്ത് ഞാറ് പാവുന്ന സമയത്ത് തന്നെ വെള്ളം തീരെ ഇല്ലായിരുന്നു. പ്രാവശ്യം ഇടവത്തിലും കർക്കിടകത്തിലും മഴ തീരെ പെയ്തില്ലല്ലോ. ശരിയാണ്, മഴ വളരെ കുറവായിരുന്നു. അപ്പൊ കുറച്ച് ഭാഗത്ത് മോട്ടോർ അടിച്ചിട്ടൊക്കെ പതിവില്ല. എത്രയും കാലത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ കർഷകരെല്ലാം പറയണത് ഈ ഞാറിന് തിരികെ മോട്ടോർ അടിച്ച് വെള്ളം കൊണ്ടുവരേണ്ട കാര്യം. പക്ഷേ നമ്മൾ നടാൻ തുടങ്ങിയ അന്ന് സെപ്റ്റംബർ 4-5 തീയതി ആകുമ്പോഴേക്കും നല്ല മഴ, ആവശ്യത്തിലധികം വെള്ളമായി തുടങ്ങി. പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം വന്നത് വെള്ളം വേണ്ടാത്ത കതിരായി നെല്ല് വിളഞ്ഞതിന് ശേഷം കൊയ്ത്ത് അടുക്കെ നമ്മൾ വെള്ളം മുഴുവൻ വാർത്തിട്ടുള്ളല്ലോ ഡ്രൈ ആക്കാൻ വേണ്ടി. ആ സമയത്താണ് മഴ പെയ്തത്. 2 ദിവസം തുടർച്ചയായിട്ട് വൈകുന്നേരങ്ങളിൽ മഴ പെയ്തു. വീണ്ടും മണ്ണെല്ലാം ചളിപ്പിടിച്ചു. അത് ചെറിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. വീഴുന്ന നെല്ലുകളെല്ലാം ഒട്ടിപ്പോയി, കുറെ വിത്തെല്ലാം മുളച്ചു. വീഴുന്ന് കിടക്കുന്ന നമ്മൾ ചിറ്റാണി നെല്ലൊക്കെ നാടൻ നെല്ല് കൃഷി ചെയ്തെടുത്തെല്ലാം. ബാക്കി നെല്ലുകളെല്ലാം വീണു ഉള്ളൊരു ചെറിയ പ്രശ്നം ഉണ്ടായി, അല്ലാതെ കാര്യമായിട്ട് വന്നില്ല. പിന്നെ പ്രശ്നം ചളി ആയതുകൊണ്ട് ടയർ വണ്ടി കൊണ്ട് നമുക്ക് കൊയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ ബെൽറ്റ് വണ്ടി, കർത്താർ വണ്ടി വിളിക്കേണ്ടി വന്നു. അതിനെന്താ വെച്ചാൽ രണ്ടും തമ്മിൽ 10-600 രൂപയുടെ വ്യത്യാസം ഒരു മണിക്കൂറിനുണ്ട്. അപ്പൊ അതിനെ കുറച്ച് ചെലവ് കൂടും എന്നുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഈ മഴ സീസൺ അല്ലാതെ കൃത്യമായി പെയ്യാത്തതുകൊണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് സമയത്ത് വണ്ടിയൊക്കെ വിളിച്ചപ്പോൾ കിട്ടി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ടാർഗറ്റ് പറഞ്ഞാൽ നെല്ല് കയറ്റി വിടലായിരിക്കും അല്ലേ? അതെ, നെല്ല് ചാക്കിലാക്കി, ചാക്കിലാക്കിയിട്ട് അത് സപ്ലൈക്ക് എടുത്തു കൊണ്ടുപോകണം. അടുത്ത മഴയ്ക്ക്, വേനൽ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് സപ്ലൈക്ക് എടുത്ത് കൃത്യസമയത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ടെൻഷൻ ഇല്ല. പിന്നെ പൈസ കിട്ടുന്ന കാര്യത്തിന് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് മറ്റേ നെല്ല് കൊയ്തിട്ട് കഴിഞ്ഞാൽ പലയിടത്തും മഴയൊക്കെ പോയത് ആകെ അലമ്പാവാറുണ്ട്. അതെ, ചില സമയത്ത് കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് ചെറുതായിട്ട് 1-2 തവണ മഴ ചാറി. അപ്പോൾ നമ്മൾ ടാർപോളിൻ ചാക്ക് നിലത്ത് വിരിച്ച് ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടി അടിയിൽ ചാക്ക്, അതിന്റെ മീതെ ടാർപോളിൻ വിരിച്ച് അതിന്റെ മീതെ ചാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മീതെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് കാര്യമായിട്ടൊന്നും ബാധിച്ചില്ല. ചെറിയ നനവ് മാത്രമേ വന്നുള്ളൂ. എന്തായാലും ഇപ്രാവശ്യം ഒരു തടസ്സവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കണം. ഓക്കെ, നന്ദി. ഓ ശരി.